Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമായ നീറ്റ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾ 2024 കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ സെക്ടറിലും അഡ്മിഷൻ ലഭിക്കാനുള്ള കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലേക്കുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ്, നീറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സിംഗ് ഡേറ്റ് ഓഗസ്റ്റ് 12 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ഓഗസ്റ്റ് 11 വരെ ആയിരുന്നു അതിനുള്ള ടൈം അനുവദിച്ചിരുന്നത്. ഒരു ദിവസം കൂടിയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 12 വൈകുന്നേരം 4 o'clock വരെയാണ് നമുക്ക് സബ്മിഷനുള്ള ടൈം ഉള്ളത്. അതിനായി കേരളത്തിലെ മുഴുവൻ കാൻഡിഡേറ്റ്സും കേരളത്തിലെ നീറ്റ് എക്സാമിനേഷൻ എഴുതി കേരളത്തിൽ MBBSനോ BDSനോ അതിനോടൊപ്പം ബാക്കി വരുന്ന മുഴുവൻ കോഴ്സുകൾക്കും അലൈഡ് കോഴ്സുകളായ ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഇങ്ങനെ പോകുന്ന മുഴുവൻ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, മെഡിക്കൽ സെക്ടറിൽ ഒരു അഡ്മിഷന് വേണ്ടി നമ്മളെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിലേക്ക് നീറ്റിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായ ckerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ കാൻഡിഡേറ്റ് ലോഗിനിൽ എൻ്റർ ആയതിനു ശേഷം നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പരും റോൾ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നീറ്റിൻ്റെ സ്കോർ അവിടെ വിസിബിൾ ആവും. അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി. എല്ലാ വർഷവും ഇതേ സെയിം പ്രോസസ്സിംഗ് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് സെപ്പറേറ്റ് ഒരു റാങ്ക് ലിസ്റ്റും അതുപോലെ കേരളത്തിലേക്ക് സെപ്പറേറ്റ് ഒരു റാങ്ക് ലിസ്റ്റുമാണ് വരുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇപ്പോൾ 12 വന്നിരിക്കുന്നത്. ഇപ്പം നീറ്റിന് നമുക്ക് എത്ര ഉയർന്ന മാർക്ക് കിട്ടിയാലും എത്ര മാർക്ക് കുറവാണെങ്കിലും, നമുക്കറിയാം കുറവ് മാർക്ക് എന്ന് പറഞ്ഞാൽ നീറ്റിൽ എലിജിബിലിറ്റി ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലും സ്റ്റേറ്റ് കൗൺസിലിങ്ങിലും പങ്കെടുക്കാം. നമുക്കൊരു ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ 162 മാർക്കാണ് ഇപ്രാവശ്യത്തെ എലിജിബിൾ കട്ട് ഓഫ് മാർക്കുമായിട്ട് വന്നിരിക്കുന്നത്. റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് 126 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക്. ഈ മാർക്കിന് മുകളിൽ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലും സ്റ്റേറ്റ് കൗൺസിലിങ്ങിലും പങ്കെടുക്കാൻ എലിജിബിൾ ആണ്. നമുക്ക് ഗവൺമെൻറ് സെക്ടറിലുള്ള സീറ്റുകളാവട്ടെ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സീറ്റുകളാവട്ടെ, ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ സീറ്റുകളാവട്ടെ, ഏത് സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിലും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിലിങ്ങിലോ പങ്കെടുക്കാതെ ഒരു വിദ്യാർത്ഥിക്കും മെഡിക്കൽ സെക്ടറിൽ ഒരു കോഴ്സിനും അഡ്മിഷൻ ലഭിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും കേരളത്തിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാനുമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിലേക്ക് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനുള്ള നീറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യുക എന്ന പ്രോസസ്സിങ്. അത് ഓഗസ്റ്റ് 11 കംപ്ലീറ്റ് ആവുകയായിരുന്നു. അത് ഓഗസ്റ്റ് 12 ഈവനിങ് 4 o'clock വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത്. മുൻ വർഷങ്ങളുടെ ഹിസ്റ്ററി ഒന്ന് നോക്കിയാൽ കേരളത്തിലെ ഒരു 2 to 3% വിദ്യാർത്ഥികൾ കീമിൽ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോകുന്നത് പതിവാണ്. ഈ ടൈം കഴിയുമ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ, കൗൺസിലിംഗ് തുടങ്ങുന്ന സമയം നമുക്കറിയാം, ഇപ്രാവശ്യം ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗ് 14-ാം തീയതി തുടങ്ങുകയാണ്. ആ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് 14-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞാൽ 29th മുമ്പായിട്ട്, ഓഗസ്റ്റ് 29th മുമ്പായി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഓൾ ഇന്ത്യയിലൂടെ നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിനൊപ്പം പാരലായിട്ട് തന്നെ കേരളത്തിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങും. സെപ്റ്റംബർ 5 മുമ്പായി കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുകയും വേണം. അപ്പോൾ ഇതിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എലിജിബിലിറ്റി നേടാതെ പറ്റത്തില്ല. ഓപ്ഷൻ രജിസ്ട്രേഷനും കൗൺസിലിങ്ങും തുടങ്ങുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും വിളിക്കാറുണ്ട്, എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ഇത് അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പേരൻസിനോടും എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, നിങ്ങൾ സ്വന്തമായി തന്നെ ഇതെല്ലാവരും ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നീറ്റ് എക്സാമിനേഷൻ എഴുതിയ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഈ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലേക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സിംഗ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഫ്രണ്ട്സിനോട് അന്വേഷിക്കുകയും ചെയ്യുക. അവർ ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങൾ അവരോട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റായ ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ നീറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലും അതുപോലെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിലും പങ്കെടുക്കാനുള്ള എലിജിബിലിറ്റി നേടിയെടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. എൻട്രൻസിൻ്റെ മേഖലയിലെ പുതിയ ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് ലഭിക്കുകയും ചെയ്യും. ബെസ്റ്റ് വിഷസ്.